ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ നഖശിഖാന്തം എതിർത്ത എസ്എഫ്ഐയുടെയും സിപിഎമ്മിന്റെയും ഇരട്ടത്താപ്പ് ഉയർത്തിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങൾ രംഗത്ത്. നാട്ടിൽ വിദേശ സർവകലാശാലകളുടെ കേന്ദ്രങ്ങൾ വരുന്നതിനെ എതിർക്കുന്ന സിപിഎമ്മിന്റെ പല നേതാക്കളുടെയും മക്കൾ വിദേശ സർവകലാശാലകളിലാണ് ഉപരിപഠനം നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ. വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തുന്ന എസ്എഫ്ഐ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ടി.പി. ശ്രീനിവാസനെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റുകൾ വൈറലാകുന്നത്. സിപിഎം ഇതുവരെ വിമർശനങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മകൾ അഖില PhD നേടിയത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന്. പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൻ വിവേക് UK-യിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്നാണ് MBA കരസ്ഥമാക്കിയത്. ട്യൂഷൻ ഫീസും ബെഞ്ച് ഫീസും താമസവുമൊക്കെയായി പൊടിപൊടിച്ചത് ലക്ഷങ്ങൾ. CPM സൈദ്ധാന്തികനും സാമ്പത്തിക വിദഗ്ധനും മുൻ മന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മകൾ സാറ അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിൽ നിന്നാണ് ഉപരിപഠനം പൂർത്തിയാക്കിയത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾക്കൊക്കെ വിദേശത്ത് പോയി പഠിക്കാം, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതേസമയം പാവപ്പെട്ട കർഷകന്റെയോ മത്സ്യത്തൊഴിലാളിയുടെയോ മക്കൾ വിദേശ സർവകലാശാലകളിലേക്ക് പോയാൽ സഖാക്കളുടെ വിപ്ലവ വീര്യമുണരും. അവർ സാമ്രാജ്യത്വ ശക്തികൾ തുലയട്ടെ എന്ന് തൊണ്ടപൊട്ടുമുച്ചത്തിൽ വിളിച്ചുകൂവും. വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കാൻ കെൽപ്പില്ലാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നാട്ടിൽ തന്നെ ലഭ്യമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അവരുടെ കരണത്തടിച്ച് താഴെയിടും. അങ്ങനെ തല്ലിയും തകർത്തും തിണ്ണമിടുക്ക് കാട്ടുന്ന കുട്ടി സഖാക്കൾ പ്രസംഗം തൊഴിലാക്കി നടക്കുന്ന വലിയ സഖാക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുകൂടി മനസ്സിരുത്തി കാണുക. എന്നിട്ട് തൻ്റെ ഇടമുണ്ടെങ്കിൽ സഖാക്കളോട് ചോദിക്കൂ, സഖാവേ എന്തേ ഇതൊക്കെ ഇങ്ങനെ? അനിൽ നമ്പ്യാർ, ജനം, തിരുവനന്തപുരം.